ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സീക്വൻസ് വർക്കാണ് കേട്ടോ. സീക്വൻസ് വെച്ചിട്ട് ചെയ്യുന്ന 2 ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ത്രെഡൊക്കെ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീഡിൽ ഉപയോഗിച്ചിട്ട് ത്രെഡ് ഇതുപോലെ ഒന്നിങ്ങനെ മുകളിലോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നീഡിലോട്ട് ഒരു സീക്വൻസ് എടുക്കാം. നീഡിലോട്ട് ഒരു സീക്വൻസ് എടുത്തതിന് ശേഷം ഈ ത്രെഡിലോട്ട് ഇട്ട് കൊടുക്കാം. ത്രെഡിലോട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സീക്വൻസിൽ തൊട്ടടുത്ത് നമുക്കിതുപോലെ കുത്തിയിട്ട് അടുത്ത ഒരു ചെയിൻ എടുക്കാം. ആ ചെയിൻ എടുത്തതിന് ശേഷം ആദ്യം ഒരു സീക്വൻസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ സീക്വൻസ് വരുന്നത്. അടുത്ത സീക്വൻസ് വരുന്നത് ആദ്യത്തെ സീക്വൻസിൻ്റെ മുകൾ വശത്തായിട്ടായിരിക്കും രണ്ടാമത്തേത് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ സീക്വൻസിൻ്റെ തൊട്ടടുത്ത്, ഒരുപാട് ഇങ്ങോട്ടൊന്നും കുത്തി കൊടുക്കാൻ പാടില്ല, ഈ സീക്വൻസിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ നീഡിൽ താഴത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ചെയിൻ എടുക്കാം. കണ്ടില്ലേ, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വന്നു. അതിന് ശേഷം ആദ്യം ഒന്നും കൂടിയും അതുപോലെ ചെയ്ത് കുറച്ച് സൂമാക്കി കാണിച്ചു തരാം. സൂം ചെയ്യുന്ന സമയത്ത് ക്ലിയർ കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ സൂം അധികം ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അതിന് ശേഷം ആദ്യം ഈ ഒരു ത്രെഡിൻ്റെ അകത്തേക്ക് ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സീക്വൻസ് ഇടുന്ന സമയത്ത് അതിൻ്റെ മീത്തൽ വന്ന് കിടക്കും. എന്നിട്ട് നമുക്കത് ഇവിടെ ആദ്യം ഒരു ചെയിൻ ഇതുപോലെ എടുക്കാം കേട്ടോ. ചെയ്ത് കഴിയുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അധികം ഈ വീനക്കിനൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സീക്വൻസ് ഇങ്ങനെ മീത്ത വന്നിട്ട് ചെയ്യുന്ന കുറേ മോഡൽ ഡ്രസ്സ്. അപ്പം ഇതുപോലെ അടുത്തടുത്ത് ഇട്ട് കൊടുക്കുക. ചെയിൻ എടുക്കുക, അതിലേക്ക് ആദ്യം ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ, അല്ല ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടാണോ ക്ലിയർ ആയിട്ട് കാണുന്നത്? ജസ്റ്റ് ഈ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെ എടുക്കേണ്ടത് എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഫ്ലാഷ് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഒരേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വരും. അതിന് ശേഷം ആദ്യം ഒരു സീക്വൻസ് എടുക്കുക, ഈ ത്രെഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ലെയിൻസ് ഒന്നും വരക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഒരു വൈറ്റ് തുണിയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു ലൈൻ വരക്കുക. ലൈൻ വരച്ചിട്ട് ചെയ്താൽ കറക്റ്റ് വളയാണ്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ചെയ്തതാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ അടുക്കം ചെയ്തതാണ്. അപ്പോൾ ലൈൻ വരച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ വരും. പക്ഷേ ഇങ്ങനെ തന്നെ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതേപോലെ ലൈൻസൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതേ ലൈനിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നെക്കൊക്കെ വരച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതേ ഷേപ്പിൽ പോകുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ലൈൻ വരക്കാണ്ട് വളഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കെട്ടിടുന്നത് നമ്മൾ സാധാരണ കെട്ടിടുന്ന കണക്കെയാണ് ചെയ്യുന്നത്. കെട്ടിടുന്നതിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ ഞാൻ രണ്ടാമത്തെ സീക്വൻസ് ചെയ്തുതരാം. വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാം വേറെ ചെയ്യുന്നത്. എല്ലാം ഒരുപാട് ലെങ്ത്ത് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം വീഡിയോ കണ്ടു എന്ന് വരില്ല. ഒരു ക്ലാസ്സായിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാമെന്ന് കരുതിയിട്ടാണ് വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം.